നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാം, അല്ലെങ്കിൽ ഉത്തരങ്ങൾ അനുഭവിച്ചറിയാം. ശസ്ത്രക്രിയയും രാസചികിത്സയും കഴിഞ്ഞ് രോഗമുക്തി നേടി എന്ന് ഉറപ്പ് വന്നതോടുകൂടി മനീഷ കൊയ്രാള ബോംബെയിൽ അവരുടെ സൗഹൃദത്തിലുള്ളവരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി വലിയൊരു പാർട്ടിയൊക്കെ നടത്തി. അതിൻ്റെ ആഘോഷത്തിനിടയിൽ അവർക്ക് ചില കമൻസ്, അവരുടെ കൂട്ടുകാരികളിൽ നിന്ന് തന്നെ ചില കമൻസ് കിട്ടിയിട്ടുണ്ട്. ആ കമൻസ് എന്ന് പറഞ്ഞാൽ ധിക്കാരിയായ മനീഷ, നമുക്ക് മനീഷയെ ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന വളരെ കാതരയായ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന, വളരെ കുസൃതി തുളുമ്പുന്ന കണ്ണുകളോട് കൂടിയ, വളരെ ടെൻഡർ ഹാർട്ടായിട്ടുള്ള, വളരെ നേർമയുള്ള ഹൃദയത്തിൻ്റെ ഉടമസ്ഥയായിട്ടുള്ള മനീഷയാണ് നമ്മൾ ഇതുവരെ കണ്ടിരുന്നത്. എന്നാൽ ഇവർക്ക് ഇങ്ങനെ ഈ അർബുദ വിമുക്തമായി എന്നുള്ള ബോധ്യം വന്നപ്പോൾ തന്നെ അവരുടെ അമേരിക്കയിലെ ന്യൂയോർക്കിലെ എല്ലാ ചികിത്സയും കഴിഞ്ഞ് വന്നതിൻ്റെ ആ ആഘോഷം, അതിൻ്റെ ചികിത്സ ഫലപ്രദമായി എന്നുള്ളതിൻ്റെ ഒരു ആഘോഷം നടത്തിയതിനിടയിൽ തന്നെ അവിടെ കൂടിയവരിൽ നിന്നും ചിലരിൽ നിന്നും മനീഷ പല രീതിയിലുള്ള മനീഷയെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് അവരെ വീണ്ടും പ്രയാസപ്പെടുത്തി, അവർക്ക് വ്യസനമുണ്ടായി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അവരതിനകത്ത് പറയുന്നുണ്ട്, ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്ന സമയങ്ങളിൽ മാത്രമുള്ളവരാണ് സുഹൃത്തുക്കളെന്നും, ദുഃഖമുള്ളപ്പോൾ അല്ലെങ്കിൽ പ്രയാസങ്ങളുള്ളപ്പോൾ അവരോട് കൂടെ ചേർന്ന് നിൽക്കുന്ന സഹായിക്കുന്നവർ വളരെ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ എന്നുള്ളതും അവരുടെ ജീവിതാനുഭവത്തിൽ, അവരുടെ ചികിത്സയുടെ കാലഘട്ടങ്ങളിൽ അവർ അത് പറയുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ വലിയൊരു പാർട്ടിയൊക്കെ നടത്തി ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ തമിഴ്നാട്ടിലേക്ക്, എയർപോർട്ടിൻ്റെ അവിടെ നിന്ന്, തമിഴ്നാട് ചെന്നൈ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് 2 മണിക്കൂറത്തെ യാത്ര എടുത്ത് ഒരു ഇൻ്റർനാഷണൽ സെൻ്ററാണ്, ഒരു ആഗോള വൺനെസ് സെൻറ്റർ, വൺനെസ് സർവകലാശാല എന്ന് തന്നെയാണ് പറയുന്നത്, ഏകതാ സർവകലാശാല എന്ന് പറയും. 2005-ഉം 2006-നും അവർ ഒരു 3-4 മാസം അവിടെ ചെന്നു. ഈ ഏകതാ സർവകലാശാലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വലിയ വിശാലമായ ഒരു ക്യാമ്പസിനകത്ത് അവരവരെ സ്വയം ആത്മപരിശോധനയ്ക്ക് നടത്തി, റിഫ്ലക്ഷൻ നടത്തി, എന്തിനു വേണ്ടിയാണോ ജീവിച്ചു, എങ്ങനെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ്റെ ഒരു സെൻ്ററാണ്, ഒരു ആത്മപരിശോധന നടത്തുന്നതിൻ്റെ ഒരു സെൻ്ററാണ് അത്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നുള്ള ആ ത്രിമൂർത്തികളുടെ ഒരു പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. അവിടെ ഗുരുക്കന്മാരുണ്ട്, അവിടെ സന്യാസികളുണ്ട്, അവിടെ സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള സന്യാസികൾ, അതിൻ്റെ ഫൗണ്ടേഴ്സും തന്നെ ഉണ്ട്. അവിടെ പ്രഭാഷണങ്ങൾ നടക്കും. ആ പ്രഭാഷണങ്ങൾ കാണാം, കേൾക്കാം. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് പ്രത്യേകിച്ച് അഡ്വൈസുകളൊന്നും ഇല്ലെങ്കിൽ പോലും, പ്രത്യേകിച്ച് കൗൺസിലിങ്ങോ അങ്ങനെയുള്ളതൊന്നും ഇല്ലെങ്കിൽ പോലും, കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് കൗൺസിലിങ്ങിന് പോകാം. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഈ പറഞ്ഞ റിഫ്ലക്ഷൻ, ആത്മപരിശോധന നടത്താൻ എവിടെ വേണോ അവിടെ ആ വിശാലമായ ക്യാമ്പസിനകത്ത് കറങ്ങി നടക്കാം, റൂമിനകത്ത് ഒറ്റയ്ക്കിരിക്കാം, ധ്യാനിക്കാം. അങ്ങനെ ഉള്ളൊരു സെൻറ്ററിലേക്ക് അവർ പോകുന്നു. എന്തായിരുന്നു അവരെ ഈ റിഫ്ലക്ഷനിലേക്ക് പോകുമ്പോൾ അവർ ചോദിക്കുന്നു, ഞാൻ വളരെ മര്യാദയ്ക്ക് ജീവിച്ചിരുന്നു, എന്നാൽ ഞാൻ മര്യാദയ്ക്കാണോ ജീവിച്ചിരുന്നത്? ഞാൻ മദ്യപിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു, ഞാൻ അഹങ്കാരിയായിരുന്ന ഒരു നാട്യക്കാരിയായിരുന്നു, ഒരു നാടക റാണിയായിരുന്നു, ഞാൻ ആളുകൾക്ക് ക്ഷമ നൽകാത്ത ഒരുത്തിയായിരുന്നു, തുടങ്ങിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മദ്യപിക്കും എന്ന് പറയുന്നത് അവർ 19-ാം വയസ്സിൽ മുംബൈയിൽ വന്ന കാലം മുതൽ അവിടെ കിട്ടിയ കമ്പനികളിലെല്ലാം ചേർന്ന് അവർ മദ്യപിക്കുമായിരുന്നു എന്നുള്ളത് അവർ ഇപ്പോൾ ഈ റിഫ്ലക്ഷൻ്റെ, ഈ ആത്മപരിശോധന നടത്തുന്നതിനിടയ്ക്ക് അവർ പറയുന്നു. അപ്പോൾ അവർക്ക് എന്ത് പറ്റി, എന്തുകൊണ്ടാണ് ദൈവം അവർക്ക് ഈ പരീക്ഷണം നൽകിയത്, ഇത്രയും വലിയ ഒവേറിയൻ ക്യാൻസർ അവർക്ക് നൽകിയത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് നൽകിയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ഇത്തരത്തിലുള്ള ലൂസായിട്ടുള്ള അഴിഞ്ഞ ജീവിതം കാരണം, മദ്യപാനമുണ്ട്, പിന്നെ ആരോടും ക്ഷമിക്കില്ല എന്നുള്ളതാണ്. എല്ലാവരോടും നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന സിനിമയിലാണെങ്കിലും വ്യക്തിബന്ധത്തിലാണെങ്കിലും അവർ വളരെ സ്നേഹസ്ഫുരിക്കുന്ന ചിരിയോടുകൂടി അവർ പ്രത്യക്ഷപ്പെടുമെങ്കിലും അവർക്ക് ആരോടെങ്കിലും വ്യക്തിവൈരാഗ്യമുണ്ടെങ്കിൽ അതെല്ലാം ഉള്ളിൽ വെച്ചിട്ട് എന്തെങ്കിലും കണക്ക് കൂട്ടി അവരോട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് തനിക്കുള്ളത് എന്നൊക്കെയുള്ളത് ഇപ്പോൾ ഈ ആത്മപരിശോധനയിലൂടെ അവർ പ്രകടിപ്പിക്കുകയാണ്. അതുകൂടാതെ അവർ നാടകറാണിയാണ്. ഒരു നാടകറാണി ഇൻ ദ സെൻസ് അവർ പറയുന്നത് അവരെ ആക്ഷേപിച്ചതാണ്. അവരന്ന് നടത്തിയ ആ പാർട്ടിയിൽ കേട്ട വാക്കാണ്. അവർ നാടകറാണിയാണ്, വലിയ അഭിനേത്രിയാണ് എന്നുള്ളതിനുപരി അവർ ആക്ഷേപിക്കുന്ന രീതിയിലാണ് നാടകറാണി എന്ന് പറഞ്ഞത്. അവർ യഥാർത്ഥത്തിൽ നല്ല ചമയങ്ങളിട്ട്, നല്ല വേഷവിധാനമിട്ട്, വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങനെ വലിയൊരു
അലങ്കോലപ്പെടുത്തുന്ന ഒരു രീതിയിലോ ആളുകൾക്ക് ലൈംഗിക ചോദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള വലിയ വേഷം കെട്ടുകളൊന്നും ഇല്ലാതെ തന്നെ സഭ്യമായിട്ടുള്ള അടക്കമൊതുക്കമുള്ള എന്നാൽ നല്ല മനോഹരമായ വർണ്ണാഭമായ വേഷങ്ങളാണ് അവർ ധരിച്ച് അഭിനയിച്ചിരുന്നതും ജീവിച്ചിരുന്നതും. അത്തരത്തിലുള്ളതാണ്. വളരെ ഫ്രീക്കായിട്ട് എപ്പോഴും സ്വതന്ത്രയായി നടക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ അവരെ ഈ രീതിയിൽ തന്നെ അവരുടെ തന്നെ സർക്കിളിൽ നിന്നും ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ കേട്ടപ്പോഴാണ് അവർക്ക് പ്രയാസം വരുന്നതും അവർ ഈ വൺനെസ് സെൻറ്റർ ഏകതാ സർവകലാശാലയിലേക്ക് വന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാകുന്നത്. ആ ആത്മപരിശോധനയിൽ വിധേയമാകുമ്പോൾ അവർ തന്നെ പറയുന്നു, ശരിയാണല്ലോ, ഞാൻ മദ്യപിക്കുന്നവളായിരുന്നല്ലോ, ഞാൻ ആളോടും എല്ലാവരോടും കണക്ക് കൂട്ടി വച്ചിരുന്ന് ആളുകളോട് പ്രതികരിക്കുന്നവളും വൈരാഗ്യം തീർക്കുന്നവളുമായിരുന്നല്ലോ, വൈരാഗ്യം മനസ്സിൽ കൊണ്ട് നടന്നവളായിരുന്നല്ലോ, ഞാനിങ്ങനെ കൂടുതൽ ചമയങ്ങൾ അണിഞ്ഞ് ഒരുപാട് വേഷം കെട്ടുകൾ നടത്തിയിരുന്നവളാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേട്ട ആക്ഷേപങ്ങളെല്ലാം സ്വയം വിലയിരുത്തുകയും അത് തന്നെയായിരുന്നു താനെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പലരോടും ക്ഷമിക്കാൻ കൂട്ടാക്കിയില്ല എന്നൊക്കെ ഉള്ളതാണ് അവരുടെ അസുഖത്തിന് കാരണമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ഒരു വെൽനസ് സെൻറ്ററിലെ ഈ വൺനെസ് സെൻറ്ററിലെ വെൽനസ് ആത്മപരിശോധനയിലൂടെ ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ വൺനെസ് സെൻറ്റർ. ആ ചെന്നൈയിലെ അവിടുത്തെ ആ സെൻറ്ററിനെ കുറിച്ചാണ് അവരത് പറയുന്നത്. ആ സെൻറ്ററിൻ്റെ പ്രത്യേകതയും ആ സെൻറ്റർ അവർക്ക് നൽകുന്ന ഈ വൺനെസ് സെൻറ്റർ ഏകതാ സർവകലാശാല അവർക്ക് നൽകുന്ന ആ സാഹചര്യം, അത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലാണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ തിരക്കേറിയ സമയം. ഇവർക്കാണെങ്കിൽ ഏപ്രിൽ മാസത്തിൽ ഇവരവിടെ ചെല്ലുന്നു. ഇവർ 4 മാസത്തിൽ കൂടുതൽ അവിടെ ചെലവഴിക്കുന്നു. വളരെ സന്തുഷ്ടയായി മാനസാന്തരപ്പെട്ടു എന്ന് തന്നെ അവർ പറയുന്നു. മാനസാന്തരപ്പെട്ട് മനസ്സമാധാനത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി നല്ലൊരു വളരെ സ്പിരിച്വലായിട്ട് ആത്മീയതയിൽ വളരെ ഔന്നത്യമുള്ള സമീപനങ്ങൾ ഇനി എല്ലാവരോടും സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ അവർ മദ്യപാനം നിർത്തി എന്ന് തന്നെ പറയുന്നു. ആരോടും വ്യക്തിവൈരാഗ്യം തീർക്കില്ല, വ്യക്തിവൈരാഗ്യമൊന്നും വെച്ച് നടക്കില്ല, എല്ലാവരോടും ക്ഷമിക്കും, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന അംഗീകരിക്കാൻ കഴിയുന്ന വേഷവിധാനങ്ങളിൽ മാത്രമേ ഇനി പ്രത്യക്ഷപ്പെടൂ തുടങ്ങിയ തീരുമാനങ്ങൾ എടുക്കുന്നത് അവിടെയാണ്. ഈ വൺനെസ് സെൻറ്റർ ഈ ഏകതാ സർവകലാശാലയാണ്. അത്തരത്തിൽ അവർ തീരുമാനിച്ച് വളരെ അഭൗമമായ ഒരു സൗന്ദര്യത്തിൻ്റെ ഉടമയായിട്ട് അവർ മാറുന്നു. നമ്മൾ ഇത് പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ ഈ അമരതാരത്തിൻ്റെ ഈ ഭാഗങ്ങൾ പറയുമ്പോൾ ഏതാണ്ട് ഈ ജീവചരിത്രത്തിൽ അവർ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടറിയാം കേരളത്തിൽ മനീഷയെക്കുറിച്ച് മറ്റ് തമിഴ് സിനിമയും ഹിന്ദി സിനിമയും ഒക്കെ നമ്മൾ കണ്ടു. ഈ ബോംബെയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ ഈ ഏകതാ സർവകലാശാലയിൽ ആദ്യം പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വരുന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ ഈ ഒരു മാനസികമായും ശാരീരികമായും അവർക്ക് സ്വസ്ഥത വേണം. സ്വച്ഛന്ത ജീവിതത്തിന് അനുകൂലമായ ഒരു ഘടകമാണ്, ഒരു ആംബിയൻസ് ആണ്, ഒരു അന്തരീക്ഷമാണ് ഈ വൺനെസ് സെൻറ്റർ ഈ ഏകതാ സർവകലാശാലയിൽ ഉള്ളത് എന്നുള്ള ബോധ്യത്തിലാണ് അവരവിടെ വരുന്നത്. നമ്മളറിയാം ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മലയാളികൾക്ക് അറിയുന്ന 2 സിനിമകളിൽ അവർ അഭിനയിച്ചു. വളരെ നല്ല സിനിമകളായിരുന്നു. ഒന്ന് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഇലക്ട്ര, മറ്റൊന്ന് ലെനിൻ രാജേന്ദ്രൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിൻ്റെ മകരമഞ്ഞ് എന്ന സിനിമയാണ്. ഈ 2 സിനിമയിൽ എനിക്ക് വ്യക്തമായി പേഴ്സണലി വ്യക്തിപരമായി അറിയാവുന്നത് ലെനിൻ രാജേന്ദ്രൻ്റെ സിനിമയിൽ ഇവർ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ന്യൂയോർക്കിലേക്ക് സ്ലോവൻ കെറ്ററിംഗ് സെൻറ്റർ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് കുറേ കാലത്തേക്ക് പെൻഡിങ്ങിലായിരുന്നു. ഏതാണ്ട് ഒരു 1.5 വർഷത്തേക്ക് ആ വർക്ക് മുന്നോട്ട് പോയില്ല. ഈ ചികിത്സയും കഴിഞ്ഞ് ഈ വൺനെസ് സെൻറ്റർ ഈ ഏകതാ സർവകലാശാലയിലുള്ള അവരുടെ ആത്മപരിശോധന ആത്മശുദ്ധീകരണത്തിൻ്റെ ഒരു കേന്ദ്രവും എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഈ ഏകതാ സർവകലാശാലയിലുള്ള അവരുടെ ധ്യാനവും റിഫ്ലക്ഷനും ആത്മപരിശോധനയൊക്കെ കഴിഞ്ഞ് അവർ പൂർണ്ണമായി ആരോഗ്യവതിയായി ഇനി ഒരു തെറ്റുകുറ്റങ്ങളിലും ചെന്ന് പെടില്ല എന്നൊക്കെയുള്ള തീരുമാനത്തോടുകൂടി ശേഷമാണ് മകരമഞ്ഞിൽ വന്ന് അഭിനയിച്ച് ആ സിനിമ പൂർത്തിയാക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഇലക്ട്രയിലും അവർ അഭിനയിച്ചത്.